നമസ്കാരം. ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിലാദ്യം പഠിക്കുന്നത് മംഗളാദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 5-6 പോയിന്റുകൾ പഠിച്ചാൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമ്പൂർണ്ണമാവും. അതായത് കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. കണ്ണകി ദേവിക്ക് മധുര ചുട്ടരിച്ച് പാണ്ഡ്യ തലസ്ഥാനമായ മധുര ചുട്ടരിച്ച കണ്ണകി ദേവി ഇവിടെ എത്തി 14 ദിവസം താമസിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. പിന്നീട് ചേരൻ ചെങ്കുട്ടവൻ രാജാവായ പിൽക്കാല ചേര രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവൻ കണ്ണകി ദേവിക്ക് സമർപ്പിച്ച ക്ഷേത്രം നിർമ്മിച്ചത്. ചിത്രപൗർണമി ദിവസം യമന്റെ കിങ്കരനായിരുന്ന ചിത്രഗുപ്തന്റെ ആരാധിക്കുന്ന ആ ചിത്രപൗർണമി ദിവസമാണ്, സൂര്യനും ചന്ദ്രനും നേർക്ക് നേർ വരുന്ന ആ ചിത്രപൗർണമി ദിവസമാണ് ഈ ക്ഷേത്ര പ്രവേശനമുള്ളത്. ഓർമ്മിക്കുക, ചിത്രപൗർണമി ദിവസം പ്രവേശനമുള്ള കേരളത്തിലെ ക്ഷേത്രം ഇടുക്കി മംഗളാദേവി ക്ഷേത്രം. അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ഭക്തരുടെ ദർശനം അനുവദിക്കുന്നുള്ളൂ. പിന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന് നടുവിലായാണ് ക്ഷേത്രം. പിന്നെ കേരളത്തിലെ തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ളതുകൊണ്ട് തന്നെ കേരള തമിഴ്നാട് അതിർത്തിയിലെ പൂജാരിമാർ ഇവിടെ സംയുക്തമായി പൂജ ചെയ്യുന്നു. കാര്യത്തിലേക്ക് വരാം. ഇടുക്കി ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ഇവിടുത്തെ ആരാധനാമൂർത്തി കണ്ണകിയാണ്. മേടമാസത്തിലെ ചിത്രപൗർണമി ദിവസത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. പെരിയാർ കടവ് സങ്കേതത്തിന് നടുവിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരള പിന്നെ ഞാൻ പറഞ്ഞു പൂജ ചെയ്യുന്നത് സംയുക്തമായിട്ടാണ്. ഇനി അടുത്ത വള്ളിയാങ്കാവ് ശ്രീദേവി ക്ഷേത്രം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം, വള്ളിയാങ്കാവ് ക്ഷേത്രം, പീരുമേട് താലൂക്കിലാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ്. ആദിപരാശക്തിയായ ഭഗവതിയെ ദുർഗ, ഭദ്രകാളി എന്നീ ഭാവങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു. കേരളത്തിലെ ആദ്യകാലത്ത് ഭദ്രകാളി പ്രതിഷ്ഠ അല്ലെങ്കിൽ ആരാധന തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതായത് വനത്തിനുള്ളിൽ നടന്ന പാഞ്ചാലിമേട്ടിലെ പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന് ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ നന്ദി സൂചകമായ അവർ ആരാധിച്ചിരുന്ന ദുർഗാദേവിയുടെ വിഗ്രഹം കാട്ടുമൂപ്പന് സമ്മാനമായി നൽകുകയും അവർ അതിനെ വനദുർഗാദേവിയായി ആരാധിക്കുകയും ചെയ്തു. കാലാന്തരത്തിലെ ആദിവാസികളെല്ലാം താമസം മാറിയപ്പോൾ ദേവി കാട്ടുവള്ളിയിൽ ആടി വന്ന് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന ഈ സ്ഥലത്തിൽ കുടികൊണ്ടു. അങ്ങനെയാണ് ഈ പ്രദേശം വള്ളിയാടിക്കാവായും പിന്നീട് അത് ലോപിച്ച് വള്ളിയാങ്കാവായും മാറി എന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ ആവുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ശബരിമലയിൽ വൃശ്ചിക മാസം നട തുറന്നാൽ പിന്നെ ഈ ക്ഷേത്രത്തിൽ ഗുരുതി ഉണ്ടാവില്ല. മാളികപ്പുറത്തെ ഗുരുതി കഴിഞ്ഞ ശേഷം മാത്രമേ പിന്നീട് ഈ ക്ഷേത്രത്തിൽ ഗുരുതി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ആചാരം. ഗുരുതി എന്ന് വെച്ചാൽ നമുക്കറിയാം, പണ്ടുകാലത്ത് കുരുതി കൊടുത്തിരുന്ന, അതായത് കോഴിയെയും മൃഗബലിയും എല്ലാം നടത്തിയിരുന്ന കുരുതി കൊടുത്തിരുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും മറ്റ് ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് ആധുനിക കാലത്ത് ജനാധിപത്യ വ്യവസ്ഥയിൽ അതെല്ലാം നിർത്തലാക്കിയപ്പോൾ അതിന് പകരം ക്ഷേത്രങ്ങളിലുള്ള ആചാരമാണ് ഗുരുതി എന്ന് പറയുന്നത്. അത് വിവിധ വർണ്ണപ്പൊടികൾ ചാലിച്ച് രക്ത നിറം, ചോരയുടെ നിറം ഉണ്ടാക്കി നടത്തുന്നതാണ് ഗുരുതി എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് ക്ഷേത്രം. ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രമാണ് ആദ്യകാലത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഒന്നാണ്. പിന്നെ ശബരിമലയിൽ ഗുരുതി നട തുറന്നാൽ പിന്നെ ഇവിടെ ഗുരുതി ഉണ്ടാവില്ല വൃശ്ചിക മാസത്തിൽ. പിന്നെ മാളികപ്പുറത്തെ ഗുരുതി കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. കാര്യത്തിലേക്ക് വരാം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ആദിപരാശക്തിയായ ഭഗവതിയെ ഭദ്രകാളി, ദുർഗ എന്നീ 2 ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കുന്നു. ആദ്യമായി ഭദ്രകാളി ക്ഷേത്രം ആരാധന ആരംഭിച്ച ക്ഷേത്രമാണെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ നേരത്തെ ഗുരുതി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് മണക്കാട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, നരസിംഹസ്വാമി വിഷ്ണുവിൻ്റെ അവതാരമാണ്.
അപ്പോൾ വിഷ്ണുവിൻ്റെ അവതാരമായ ഈ നരസിംഹസ്വാമി പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ക്ഷേത്രമാണ്. പടിഞ്ഞാറ് ദർശനം കുറവാണെന്ന് നമ്മൾ പറയാറുണ്ട്, കൂടുതലും കിഴക്ക് ദർശനമാണ്. അപ്പോൾ ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇടുക്കി ജില്ലയിലുള്ള ഏക നരസിംഹ ക്ഷേത്രമാണിത്. ഇടുക്കി ജില്ലയിലുള്ള ഏക നരസിംഹസ്വാമി ക്ഷേത്രമാണിത്. ചതുര ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ നിവേദ്യം പിഴിഞ്ഞു പായസമാണ്. പിന്നീട് പാനകം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പാനകം ഒരു പിന്നെ പാനീയമാണ്. പിന്നെ നരനിവേദ്യം, ഇതൊക്കെയാണ് ഇവിടുത്തെ വഴിപാടായി ചെയ്യുന്നത്. ഇതൊന്നും അമിതമായ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല, നിർത്താനും പറഞ്ഞതേ ഉള്ളൂ. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏക നരസിംഹ സ്വാമി ക്ഷേത്രമാണിത്. ഇടുക്കി ജില്ലയിലെ ദർശനം പടിഞ്ഞാറ് ദിശയിലാണ്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് നരസിംഹസ്വാമി. ചതുര ശ്രീകോവിലാണ്. പിഴിഞ്ഞു പായസമാണ് പ്രധാന വഴിപാട്. പാനകം, നരനിവേദ്യം, മറ്റൊന്നും പറയാനില്ല. പിന്നെ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. കയ്യിൽ വെണ്ണയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ. ചതുർബാഹുവായ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ബഖവധത്തിന് ശേഷം അമിത വിശപ്പോടെ ഇരിക്കുന്ന ബാലകൃഷ്ണനായാണ് പ്രതിഷ്ഠാ സങ്കല്പം. പ്രതിഷ്ഠ കയ്യിൽ വെണ്ണയുമായി നിൽക്കുന്ന കൃഷ്ണനാണ്. അതിന് സങ്കല്പം എന്ന് പറയുന്നത് ബഖവധത്തിന് ശേഷം അമിത വിശപ്പോടെ ഇരിക്കുന്ന ബാലരൂപത്തിലുള്ള ബാലകൃഷ്ണനാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് ഓർമ്മിക്കുക, പുള്ളും പ്രാവും. രണ്ടും ചെറിയ പക്ഷികളാണ്. അതിൻ്റെ വെള്ളി രൂപങ്ങൾ ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് രോഗദുരിതങ്ങൾ മാറ്റാനും എല്ലാം സഹായിക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. പിന്നെ ഇവിടുത്തെ മറ്റൊരു ആചാരമാണ് ബലിക്കൽപുര നമസ്കാരം. എല്ലാ ക്ഷേത്രത്തിലും ബലിക്കൽപുരകളുണ്ട്, പക്ഷേ അത് നമസ്കാരം ഒരു പ്രധാന ചടങ്ങായിട്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെ ബലിക്കൽപുര നമസ്കാരം പ്രധാന ചടങ്ങാണ്. ഓർമ്മിക്കുക, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. കയ്യിൽ വെണ്ണയുമായി നിൽക്കുന്ന ചതുർബാഹുവായ ശ്രീകൃഷ്ണനാണ് രൂപം, പ്രതിഷ്ഠ. സങ്കല്പം എന്ന് പറയുന്നത് ഭഗവധം കഴിഞ്ഞ് അമിത വിശപ്പോടെ ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ. പുള്ളും പ്രാവും ഒരു പ്രധാന വഴിപാടാണ്. പിന്നെ ബലിക്കൽപുര നമസ്കാരം പ്രധാന ചടങ്ങാണ്. കാര്യത്തിലേക്ക് വരാം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കയ്യിൽ വെണ്ണയുമായി നിൽക്കുന്ന ചതുർബാഹുവായ ശ്രീകൃഷ്ണനാണ്. ബഖവധത്തിന് ശേഷം അമിത വിശപ്പോടെ ഇരിക്കുന്ന ബാലകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പുള്ളും പ്രാവും പറഞ്ഞു, ബലിക്കൽപുര നമസ്കാരം പറഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇടുക്കി ഡാമിന്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ഇടുക്കി ജില്ലയിൽ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ ഇടുക്കി ഡാമിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. വിവിധ അമിതമായ പ്രാധാന്യങ്ങളില്ല, എന്നാലും ആ ജില്ലകളിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രം പറഞ്ഞു പോകുന്നതാണ്. ഇടുക്കി ഡാമിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീകോവിൽ മാത്രമാണ് ക്ഷേത്രത്തിനുള്ളത്, അല്ലാതെ ചുറ്റുമതിലോ ഒന്നുമില്ല. പാറ കൊണ്ട് കെട്ടിയ ഒരു പീഠത്തിന് മുകളിലാണ് ശ്രീകോവിൽ. അതൊന്നും പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇടുക്കി ഡാമിന് സമീപം സ്ഥിതി ചെയ്യുന്ന അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇടുക്കി ഡാമിന് സമീപത്താണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരിസരത്ത് വെള്ളം കയറാറുണ്ട്. മഴ സമയത്ത്
ഡാം തുറന്നുവിടപ്പോഴെല്ലാം വെള്ളം കയറാറുണ്ട്. ശ്രീകോവിൽ മാത്രമാണ് ക്ഷേത്രത്തിനുള്ളത്. പാറ കൊണ്ട് കെട്ടിയ ഒരു പീഠത്തിന് മുകളിലാണ് ശ്രീകോവിൽ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം. വളരെ പ്രത്യേകതയുള്ള 1-2 പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേടിലാണ്. വണ്ടൻമേടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മ വരുന്നത് ഏലമാണല്ലേ, ഏലം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന് ഏലയ്ക്കാപ്പറ സമർപ്പണം വിശിഷ്ടമാണ്. ഏലയ്ക്കാപ്പറ സമർപ്പണം വിശിഷ്ടമാണ്. പിന്നെ മോദകഹസ്തനായ ഗണപതിയാണ് പ്രധാന പ്രതിഷ്ഠ. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഗണപതി ശില്പം പഴവങ്ങാടിയിലല്ല, പാളയം ഗണപതി ക്ഷേത്രത്തിൽ പുതിയ ക്ഷേത്രം നിർമ്മിച്ചു അവിടെയല്ല, കൊട്ടാരക്കരയല്ല, അത് ഇടുക്കി വണ്ടൻമേടിലാണ്. 38 അടി ഉയരമുള്ള ശില്പമാണ്. 32 ലക്ഷം രൂപ ചിലവാക്കി 6 വർഷം കൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചത്. 38 അടി ഉയരം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം. കുംഭമാസത്തിലെ ഭരണിയാണ് ഉത്സവം, അതൊന്നും പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. ഏലയ്ക്കാപ്പറ സമർപ്പണം പ്രധാനമാണ്. ഇടുക്കിയിൽ വണ്ടൻമേടിലാണ് വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം. മോദകം കയ്യിലേന്തിയ ഗണപതിയാണ് പ്രതിഷ്ഠ. 38 അടി ഉയരം ഉള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹമാണ് പ്രധാനം. 32 ലക്ഷം ചിലവാക്കി 6 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതാണ് ആ ഗണപതി സ്വരൂപം. പിന്നെ 38 അടി ഉയരമുള്ള ഈ ഗണപതി ശില്പം ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട്ടിലാണ് പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രം. മോദഹസ്തനായ ഗണപതിയാണ് ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിയ ഗണപതി ശില്പം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഏലയ്ക്കാപ്പറ പറഞ്ഞു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇനി പഠിക്കാനുള്ളത്. നോക്കുക, ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ധന്വന്തരി ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ്. പലപ്പോഴും അറിയാം ധന്വന്തരി, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ധന്വന്തരി പ്രതിഷ്ഠയെക്കുറിച്ച്. ഇവിടെ ധന്വന്തരി ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. അതായത് ദേവന്മാരുടെ ഭിഷഗ്വരനും ആയുർവേദത്തിൻ്റെ ആചാര്യനുമായിരുന്ന ധന്വന്തരി ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായിട്ട് ശ്രീകൃഷ്ണ ഭാവത്തിൽ ഉണ്ടാകുന്നത്. പഞ്ചപാണ്ഡവരാൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. പഞ്ചപാണ്ഡവരാൽ, അതിൽ നകുലൻ, പഞ്ചപാണ്ഡവർ ഇടുക്കിയിൽ സ്ഥാപിച്ച 5 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് വിശ്വസിക്കപ്പെടുന്നു. നകുലനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. മറ്റ് ക്ഷേത്രങ്ങൾ അറിയണ്ട, തൊടുപുഴ, കോലാനി, മുട്ടം, പിന്നെ ഇടവെട്ടി, പെരുമ്പിള്ളിച്ചിറ, ഇങ്ങനെ 5 ഓർമ്മിക്കുക. അതിന് തൊടുപുഴ, കോലാനി, മുട്ടം, ഇടവെട്ടി, പെരുമ്പിള്ളിച്ചിറ, ഇങ്ങനെ 5 ഇത്. അതിൽ നമ്മുടെ ഇവിടെ തൊടുപുഴയിലാണ്, ഓർമ്മിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ഔഷധ സേവയെക്കുറിച്ചാണ്. ഔഷധ സേവ എന്നറിയപ്പെടുന്ന ഒരു കൂട്ട് ഇവിടെ ഒരു ചടങ്ങ് നടത്തുന്നു. ഔഷധ സേവ, അതായത് എല്ലാ വർഷവും കർക്കിടക മാസം 16-ാം ദിനത്തിൽ ഔഷധ സേവ എന്ന് പറയുന്നൊരു കൂട്ട് ഭക്തജനം നൽകുന്നു. ഇതിൽ കൊടുവേലിക്കിഴങ്ങാണ് പ്രധാനം. കൊടുവേലിക്കിഴങ്ങ്, അതിൻ്റെ കൂടെ വയസ്സ്, ഇരട്ടി മധുരം, പിന്നെ മറ്റ് മരുന്നുകളെല്ലാം ചേർത്ത് ദേവന് സമർപ്പിക്കുന്ന വെണ്ണയിൽ കലർത്തി
ഭക്തജനങ്ങൾക്ക് ഇവിടം വന്നു. തൃശ്ശൂരിലെ തെക്കേ മഠത്തിൽ നിന്നുള്ള വേദപണ്ഡിതരാണ് തെക്കേ മഠത്തിൽ നിന്നുള്ള വേദ പണ്ഡിതരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിനെ ഔഷധ സേവ എന്നാണ് പറയുന്നത്. ഔഷധ സേവ ഇത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അസുഖങ്ങൾ മാറ്റാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. നമുക്ക് നോക്കാം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് പ്രാധാന്യം 3 ഉണ്ട്. ഇതിനകത്ത് ധന്വന്തരി ഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പഞ്ചപാണ്ഡവൻ നകുലൻ സ്ഥാപിച്ച ക്ഷേത്രമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങൾ ഈ ഇടവട്ടി അല്ലാതെ പെരുമ്പിള്ളിച്ചിറ, പിന്നെ മുട്ടം, കോലാനി, തൊടുപുഴ, ഇങ്ങനെ 4, പിന്നെ ഇപ്പോൾ ഈ ഇടവട്ടി. പിന്നെ ഔഷധ സേവ എന്ന് പറയുന്നൊരു കൂട്ട് ഭക്തജനങ്ങൾ നൽകുന്നു. ഇതിനകത്ത് കൊടുവേലി കിഴങ്ങാണ് പ്രധാനം. മറ്റ് പല പച്ചമരുന്നുകളും ചേർത്ത് ഭക്തർക്ക് നൽകുന്നു. തൃശ്ശൂരിലുള്ള പിന്നെ തെക്കേ മഠത്തിൽ നിന്നുള്ള വേദപണ്ഡിതരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിനെ ഔഷധ സേവ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ധന്വന്തരി ഭാവത്തിലുള്ള കൃഷ്ണനാണ്. പഞ്ചപാണ്ഡവർ നകുലിനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ്. 5 അമ്പലങ്ങൾ ഒന്നാണ് ഈ പാണ്ഡവർ നിർമ്മിച്ച 5 അമ്പലങ്ങൾ. തൊടുപുഴ 1, കോലാനി 2, മുട്ടം 3, ഇടവട്ടി നമ്മളിപ്പോൾ പറയുന്നത് 4, പെരുമ്പിള്ളിച്ചിറ 5. ഇങ്ങനെയാണ് 5 ഇടങ്ങളിലാണ് ഈ അമ്പലങ്ങളുള്ളത്. ഇനി നമുക്ക് ഒടുവിലായി പഠിക്കാനുള്ളത് അമരങ്കാവ് വനദുർഗ ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു വനദുർഗ ക്ഷേത്രമാണ്. ഇടുക്കി ജില്ല വനദുർഗ ക്ഷേത്രമാണ് അമരങ്കാവ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന പ്രധാന ദേവത വനദുർഗയാണ്. ആ മരങ്ങൾക്കിടയിൽ, വനത്തിനിടയിൽ കഴിഞ്ഞ ഒരു ദേവത ആയതുകൊണ്ടാണ് ദുർഗാദേവിക്ക് വനദുർഗ ഭാവം വന്നത്. ആയിരക്കണക്കിന് മരങ്ങളിടയിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന മരങ്ങളും നിരവധി വള്ളിച്ചെടികളും എല്ലാം ഉണ്ട്. ഇവയെല്ലാം വനദുർഗ ദേവിയുടെ ശരീരഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്നു. കൊഴിഞ്ഞ ഇലകളിൽ പോലും ദേവി ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രശസ്തരായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ വകയായിരുന്നു ഒരിക്കൽ ക്ഷേത്രം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പൂരമിടി എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ചേർത്ത് അവയെ ഉലക്ക കൊണ്ട് ഇടിച്ച് ഇളക്കുന്ന ഒരു സമ്പ്രദായമാണ് പൂരം ഇടി എന്ന് പറയുന്നത്. ഒന്നും പ്രധാനമുള്ള കാര്യങ്ങളല്ല. ഇത്രയും ഓർമ്മിച്ചാൽ പൂരം ഇടി എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ടായിരുന്ന ക്ഷേത്രം അമരങ്കാവ് വനദുർഗ ക്ഷേത്രം. അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ വനദുർഗ ക്ഷേത്രം ഏത്? അമരങ്കാവ് ക്ഷേത്രം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ കീഴിലുണ്ടായിരുന്ന ക്ഷേത്രം ഏത്? വനദുർഗ ക്ഷേത്രം. ഇപ്പോൾ ഇന്ന് പഠിച്ചത് ഇടുക്കി ജില്ലയിലെ ക്ഷേത്രങ്ങളാണ്. അതൊന്നും എല്ലാം അമിതമായ പ്രാധാന്യമുള്ളതല്ല. ഇതിൽ നമ്മൾ ഇവിടെ ഇടവട്ടി ക്ഷേത്രത്തിലെ ധന്വന്തരി സങ്കല്പം പ്രധാനമാണ്. പിന്നെ നകുലിനാൽ നിർമ്മിക്കപ്പെട്ടതെന്നുള്ള പ്രാധാന്യമാണ്. പിന്നെ ഏലക്കാപ്പറ ഉള്ളത് ഗണപതി ഭഗവാന് ഉള്ളത് വണ്ടൻമേട് ക്ഷേത്രത്തിലാണ്. അത് വണ്ടൻമേട് കേരളത്തിൽ നമ്മൾ ഓർമ്മ വരണം. ഈ ഗണപതിയുടെ വിഗ്രഹത്തെക്കുറിച്ച് ഓർമ്മ വരണം. പിന്നെ ഇടുക്കി ഡാമിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അയ്യപ്പൻകോവിൽ ക്ഷേത്രം. പുള്ളുംപ്രാവും പ്രധാന വഴിപാടുകളുള്ളത് തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇടുക്കി ജില്ലയിലെ ഏക നരസിംഹ ക്ഷേത്രം മണക്കാട് നരസിംഹസ്വാമി ക്ഷേത്രം. പിന്നെ ഭദ്രകാളി ആരാധന ആരംഭിച്ച ആദ്യ ക്ഷേത്രങ്ങളിലൊന്നാണ് വള്ളിയങ്കാവ് ക്ഷേത്രം. പിന്നെ ചിത്ര പൗർണമി ദിവസം തുറക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ മംഗളാദേവി ക്ഷേത്രം. ഇത്രയുമാണ് നമ്മളൊന്ന് പഠിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ദിവസം നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് പഠിക്കാം. ഗുഡ് ബൈ.